മികച്ച മാസ് ആക്ഷൻ ത്രില്ലറുകളിലൊന്നായ മമ്മൂട്ടി ചിത്രം വല്യേട്ടൻ 25 വർഷങ്ങൾക്ക് ശേഷം റിലീസിനായി എത്തുന്നു. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രം അമ്പലക്കര ഫിലിംസിന്റെ ബാനറിലാണ് റിലീസിന് എത്തുക. മാറ്റിനി നൗ ആണ് 4K ദൃശ്യ മികവോടെയും ഡോൾബി ശബ്ദ സാങ്കേതിക വിദ്യയോടെയും ചിത്രത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തമ്മിൽ നമ്മൾ കണ്ടിട്ട് 23 കൊല്ലം മുമ്പ് ഇറങ്ങിപ്പോയ തറവാട്ടിലേക്ക് അതിന്റെ മേലുള്ള അവകാശം പിടിച്ചു വാങ്ങിച്ചിട്ട് അവരിന്ന് തിരിച്ചു വരിക. 2000 സെപ്റ്റംബർ 10-നാണ് ഷാജി കൈലാസും രഞ്ജിത്തും ചേർന്നൊരുക്കി പ്രേക്ഷക പ്രശംസ നേടിയ വല്യേട്ടൻ എന്ന മമ്മൂട്ടി ചിത്രം റിലീസ് ചെയ്യുന്നത്. 25 വർഷങ്ങൾക്ക് ശേഷം നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ചിത്രം തിയേറ്ററിലേക്ക് വീണ്ടും എത്തുന്നത് ചലച്ചിത്ര പ്രേമികൾ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അറക്കൽ മാധവനുണ്ണി എന്ന് പറഞ്ഞാൽ അറിയാവോ? എങ്ങോട്ടാ? ആരെക്കാണാ? ഇവിടുത്തെ SI അംഗത്തിന്റെ അമ്മായി അകത്ത് ഇരട്ട പറ്റി കിടക്കാണെന്ന് കേട്ടു. ഒന്ന് കാണണം. കുട്ടികൾക്ക് ഓരോ പൊന്നരഞ്ഞാണം കൊടുക്കണം. എന്തേ? അറക്കൽ മാധവനുണ്ണിയെയും അനുജന്മാരെയും ദൃശ്യമികവോടെ നവംബർ 29-ന് വീണ്ടും തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് അമ്പലക്കര ഫിലിംസ്. എല്ലാ സിനിമകളും ചെയ്യാനൊന്നും പറ്റില്ല. കരുതുന്നത് ഒന്നീ കൊമേഴ്സ്യൽ ആക്ഷൻ പടം, പിന്നെ അല്ലെങ്കിൽ ഹൊറർ പടം. കരുതുന്നത് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ മോണോയായിരുന്നു, 2K പോലും അല്ലായിരുന്നു. അപ്പോൾ അത് 4Kയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഭയങ്കര അതിമനോഹരമായിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് അതിൻ്റെ വിഷ്വലൊക്കെ നമ്മൾ US വിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. കാരണം വിഷ്വലൊക്കെ ആരും ഒരു 4K സിനിമകളും മലയാളത്തിൽ വിഷ്വൽ US വിട്ട് ചെയ്തിട്ടില്ല. നീ പോമോനെ ദിനേശ, അന്റെ കയ്യും കാലും വെട്ടിയെടുക്കണ ചെക്കനെ കിട്ടണച്ചാലേ ഈ ഭാവം അതിന് മടിക്കൂടാ. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ടതാ. ഇതിനപ്പുറം കടന്നാൽ അതേസമയം ചിത്രത്തോടൊപ്പം തന്നെ ഹിറ്റായ മറ്റൊരു കഥാപാത്രമാണ് ചിത്രത്തിൽ നായകൻ ഉപയോഗിച്ച ബെൻസ് കാർ. വർഷങ്ങൾക്കിപ്പുറം അതേ ബെൻസ് സ്വന്തമാക്കി തിരുവല്ല സ്വദേശി ടോം. 1/4 നൂറ്റാണ്ടിനു മുമ്പ് കേരളത്തിലെ നിരത്തുകളിൽ അപൂർവമായി കണ്ടിരുന്ന ബെൻസ് കാറിൽ നായകൻ വന്നിറങ്ങുന്ന സീനുകൾ നിറഞ്ഞ കയ്യടിയോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നത്. ഏത് നായന്റെ മോനാണ് അറിയേണ്ടത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ ആരാണെന്ന്? നോക്ക്, ഞാനത് അറക്കൽ മാധവനുണ്ണി. ഇതിന്റെ ഫസ്റ്റ് ഓണർ എന്ന് പറയുന്നത് കാറിന്റെ സിനിമയുടെ പ്രൊഡ്യൂസർ അമ്പലക്കര ബൈജു എന്ന് പറഞ്ഞ സാറാണ്. വലിയേട്ടന്റെ വണ്ടിയാണെന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്കറിയാം. ഞാൻ ആ സാറിന്റെ പുറയില് വണ്ടിക്ക് വേണ്ടി കുറെ നാൾ നടന്നു. അങ്ങനെ സാർ എനിക്ക് വണ്ടി തന്നതാണ്. അപ്പം നമ്മൾ അന്ന് സ്ക്രീനിൽ ബെൻസ് കാർ എന്നും പറഞ്ഞ അന്നത്തെ കാലത്ത് അധികം ബെൻസ് കാറൊന്നും ഇല്ല, ഇപ്പോഴത്തെ പോലെയല്ല. നമ്മളൊരു സാധനം കുറെ നാൾ നടന്നത് കിട്ടുമ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. പിന്നെ ബെൻസ് ഒത്തിരി ഉണ്ട്. പിന്നെ ഇതൊരു സൂപ്പർ സ്റ്റാർ ആണ് ബെൻസ്. എല്ലാ സിനിമകളിലും ഒന്നും ഇല്ല ഇങ്ങനെ കാർ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. നമ്മൾ ഈ സിനിമ നോക്കുവാണെങ്കിൽ ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഈ ബെൻസ് ഉണ്ട്. മമ്മൂട്ടി ഡ്രൈവ് ചെയ്ത്, മമ്മൂട്ടി മാത്രമേ ഇത് ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ അത് ഇതില് താനീ നാട്ടിലൊരു മാടമ്പിയാ, പോലീസുകാരെ തല്ലാൻ മാത്രം ഗഡ്സുള്ളൊരു തമ്പുരാൻ ലൈനാ. എല്ലാം കൈവെക്കുമ്പോ തോളിലെ നക്ഷത്രത്തിന്റെ കണക്കോ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമയോ ഞാൻ നോക്കാറുണ്ട്. അതാ ശീലം. റിലീസിനെത്തും മുമ്പ് പുറത്തിറക്കിയ വല്യേട്ടനിലെ ഗാനവും സിനിമാ പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യത നേടിക്കഴിഞ്ഞു. ജനം, കൊച്ചി.